ഹലോ, ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ നോക്കുന്നത്. ഇത് വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ഡയറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുൻപൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലച്ചു എന്ന് പറയുന്നൊരു കുട്ടി ചേച്ചി ഡയറി ചെയ്ത് കാണിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ലച്ചു, ഞാൻ ഡയറി ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇതുപോലെ കാർഡ്ബോർഡ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗം കുറച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയരുത്. മറുവശം ഇതുപോലെ പ്ലെയിനായിട്ട് വിട്ടേക്കാം. നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉറുഗാമി ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് എടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അത് വെച്ചിട്ടും കവർ ചെയ്യാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിലെ പേപ്പർ പ്ലെയിൻ പേപ്പറില്ലേ, അതെടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ വരച്ചു കൊടുത്താൽ മതി. അതും ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആദ്യം രണ്ട് വശം ഒന്ന് ഒട്ടിച്ചിട്ട് നടുഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കൂടി നമ്മൾ ഈ ബുക്കൊക്കെ പൊതിയുന്നത് പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ അരികൊക്കെ കവർ ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഈ നടുവശത്ത് ഇതുപോലെ ഒരു പേപ്പറും കൂടെ വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഡയറിയുടെ ബൈൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള പേപ്പറുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ബുക്കിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒന്നിൻ്റെ അടുത്ത് ഒന്നായിട്ട് അടുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഒരു വശത്തായിട്ട്. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ നടുഭാഗത്ത് നമ്മൾ കുറച്ചിങ്ങനെ ഒരു കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അവിടെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചെറിയ ഡയറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഡയറി 2025 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മിക്ക ഡയറിയിലും അങ്ങനെ കാണുമല്ലോ, വർഷം ഇതുപോലെ അടയാളപ്പെടുത്തിയിരിക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നിട്ടാണ് ഇതെല്ലാം മാർക്ക് ചെയ്യുന്നത്. കാരണം കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് ഇതുപോലെ ഒരു ചെറിയ റിബണൊക്കെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് കെട്ടി ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പും വരച്ച് ഡയറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.